ഇനിയാണ് കഥ തുടങ്ങുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. നാളത്തെ എപ്പിസോഡിന്റെ ഒരു ചെറിയ പ്രൊമോയിൽ കാണിച്ചത് കാവേരി ഇങ്ങനെ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങി പോകുന്നതിന് മുമ്പ് പറയാണ് ഇനി തിരുവനന്തപുരത്താണ് കഥ, ഇനി കഥാപാത്രങ്ങളും വേറെയാണ്, കഥയും വേറെയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. കാവേരി എന്തായാലും ഇപ്പോഴും ജയപാലനെ വെറുതെ വിടാനൊന്നും പോകുന്നില്ല. തോട്ടത്തിനുള്ള പണമൊക്കെ കാവേരിക്ക് തിരിച്ചു കൊടുത്തെങ്കിലും ഇനിയിപ്പോൾ അയാൾ ജീവിച്ചു പോട്ടെ എന്ന് പറഞ്ഞ് വിടാൻ എന്തായാലും കാവേരി ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇനി കാവേരി നരേൻ അവരെ ചുറ്റിപ്പറ്റിയായിരിക്കും കഥ നടക്കുന്നത്. കൂടെ വൺ സൈഡ് ലവ് ആയിട്ട് നിവിനും വരാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിനൊക്കെ മുമ്പ് ഇപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ കാവേരി ജയപാലൻ ചെയ്ത കാര്യങ്ങളെല്ലാം ആ നാട്ടുകാരുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഇങ്ങനെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോന്നായിട്ടും. കാവേരിക്ക് കൂട്ടായിട്ട് നമ്മുടെ ചാരുലത മാഡം ഉണ്ട്. അങ്ങനെ ചാരുലത മാഡം ജയപാലനോട് വന്ന് പറയാണ്, ഒരു തട്ടിപ്പ് കേസിൽ ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യാനുണ്ട് സാർ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ ആദ്യം പറയുമ്പോൾ ഡ്യൂട്ടിയൊക്കെ ഡ്യൂട്ടിയുടെ പാട്ടി നടക്കട്ടെ, പക്ഷെ കല്യാണത്തിന് മാഡം ഫുഡ് കഴിക്കാതെ പോകരുത് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഉണ്ണാനല്ല ജയപാല വന്നത്, ഊട്ടാനാണ് വന്നത്, തട്ടിപ്പ് കേസിൽ അറസ്റ്റ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞില്ലേ, അത് നിങ്ങളെയായിരുന്നു, യു ആർ അണ്ടർ അറസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ അറസ്റ്റോ ഒന്നും പറഞ്ഞ് എല്ലാവരും ഇങ്ങനെ നോക്കുകയാണ്. അങ്ങനെ ജയപാലൻ ഇങ്ങനെ ആദ്യം ഒന്ന് പുച്ഛിച്ച് ചിരിക്കുന്നു. എന്നിട്ട് എന്ത് കേസ്, ആരാ കേസ് തന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ കാവേരിയാണ് കേസ് തന്നത് എന്നൊക്കെ പറയുമ്പോൾ ആ കേസ് പണ്ടേ തെളിവില്ല എന്ന് പറഞ്ഞ് അടച്ചു വെച്ചതല്ലേ, വീണ്ടും അത് ഓപ്പൺ ചെയ്യേണ്ട കാര്യം എന്തായിരുന്നു എന്നൊക്കെ ചാരുലതയോട് ചോദിക്കുമ്പോൾ ചാരുലത പറയാണ്, തെളിവുകളൊക്കെ ഇപ്പൊ കിട്ടിക്കഴിഞ്ഞല്ലോ, അപ്പൊ പിന്നെ കേസ് വീണ്ടും ഓപ്പൺ ചെയ്തല്ലേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് ശിവരാമേട്ടനെയും ബാങ്ക് മാനേജറെയൊക്കെ കൊണ്ടുവരുന്നു. അവരൊക്കെ മണിമണിയായിട്ട് സാക്ഷി പറയുന്നു. ബാങ്ക് മാനേജർ ബാങ്കിൽ ഉണ്ടായ സകല ഇടപാടുകളെ കുറിച്ചും പറയുന്നുണ്ട്. അരവിന്ദന്റെ പണം മൊത്തം മുഴുവനായിട്ടും ഇയാൾ പറ്റിച്ചതാണ്. മാത്രമല്ല അരവിന്ദന്റെ മരണത്തിന് ശേഷം അതേ അരവിന്ദന്റെ അക്കൗണ്ടിൽ നിന്ന് ലക്ഷങ്ങൾ ഇയാൾ വലിച്ചിട്ടുണ്ട്. തോട്ടത്തിന്റെ പേരിൽ അരവിന്ദൻ ഇട്ട പണവും ഇയാൾ തന്നെയാണ് കൊണ്ടുപോയത് എന്നുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. പോരാതെ സാക്ഷി പറയാൻ ഇയാൾ വരാതിരിക്കാനായിട്ട് ഈ ബാങ്ക് മാനേജറെ വണ്ടി ഇടിപ്പിച്ചിട്ട് ആക്സിഡന്റ് ആക്കി അവിടെ കിടത്തിയതും ജയപാലൻ തന്നെയാണ്. അപ്പോൾ അതെല്ലാം മാനേജർ പറയുന്നുണ്ട്. കൂടെ തന്നെ ശിവരാമേട്ടൻ അറിയാവുന്ന കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. തോട്ടം വാങ്ങിയത് അരവിന്ദൻ സാറാണ്, അരവിന്ദൻ സാറ് മുടക്കിയ പണം കൊണ്ട് വാങ്ങിയതാണ് ആ തോട്ടം. ആ പണം അരവിന്ദൻ സാറിന്റെ കയ്യിൽ നിന്ന് വാങ്ങി പല തവണയായിട്ട് സ്ഥലത്തിന്റെ ഓണറുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തത് ഞാനാണ്. അങ്ങനെ അവസാനം തോട്ടത്തിനുള്ള മുഴുവൻ പണവും കൊടുത്തു കഴിഞ്ഞിട്ട് രജിസ്ട്രേഷന്റെ സമയത്ത് മോളുടെ കല്യാണത്തിനായിട്ട് കുറച്ച് പണം ആവശ്യം വന്നപ്പോൾ അരവിന്ദൻ സാറ് തോട്ടത്തിൽ വന്ന് അത് ചോദിച്ചു. അപ്പോൾ ഇയാൾ പറഞ്ഞ കാര്യം എന്താണെന്നറിയോ എന്നൊക്കെ പറഞ്ഞ് ഈ സ്ഥലത്തിന്റെ ഓണർ കോമയിലാണ് എന്നൊക്കെ പറഞ്ഞ കള്ളങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം എടുത്ത് പറയാണ്. ഇയാൾ പറഞ്ഞതൊക്കെ പച്ച കള്ളമായിരുന്നു. സുഹൃത്തിന്റെ ആ ഒരു ചതി താങ്ങാനാവാതെ അരവിന്ദൻ സാറ് ഹൃദയം പൊട്ടി മരിക്കുകയായിരുന്നു. അരവിന്ദൻ സാറിനെ ചതിച്ച് കൊന്ന ദുഷ്ടനാണ് ഇയാൾ എന്നൊക്കെ പറയുമ്പോൾ എടാ നന്ദി കെട്ട നായ എന്നൊക്കെ പറഞ്ഞ് ശിവരാമേട്ടനെ തല്ലാനൊക്കെ പോകുന്നുണ്ട് ജയപാലൻ. അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് ജയപാലനെ തടയുന്നു. അപ്പോൾ ജയപാലന്റെ ചതിക്കഥകളും അരവിന്ദനെ കൊന്ന കഥകളൊക്കെ ഇങ്ങനെ ഓരോന്നായിട്ട് പുറത്തു വരുമ്പോൾ നാട്ടുകാരൊക്കെ ഇത് കേട്ടുകൊണ്ട് നിൽക്കുകയാണല്ലോ. അങ്ങനെ നാട്ടുകാരുടെ ഇടയിൽ സംസാരം തുടങ്ങി, ഇയാൾ ഇത്രയും വലിയ ചതിയനായിരുന്നോ എന്നൊക്കെ. അതിനിടയ്ക്ക് ഒരു റിലേറ്റീവ്, നിവിന്റെ ഒരു റിലേറ്റീവ് നിവിന്റെ അച്ഛനോട് വന്ന് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ആകെ ഒരു മോനല്ലേ ഉള്ളൂ, ആ ഒറ്റ മോനെ ഇങ്ങനെ ഒരു കുടുംബത്തെ കൊണ്ടുപോയി തള്ളണോ, ആലോചിച്ച് തീരുമാനിക്കണ്ടേ കല്യാണ കാര്യങ്ങളൊക്കെ, ഇങ്ങനെയുള്ള കുടുംബത്തിൽ നിന്നാണോ കല്യാണം കഴിപ്പിക്കുന്നത്, അതും ഒറ്റ മോനെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ രാജേശ്വരിയോടും നിവിന്റെ അച്ഛനോടൊക്കെ പറയുന്നത് കൊണ്ട് അവരും ആകെ ദേഷ്യം പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ ഈ ജയപാലനോട്. അവർക്ക് എന്താന്ന് വെച്ചാൽ എന്തൊക്കെ പറഞ്ഞാലും നിവിന്റെ അച്ഛനും അമ്മയും സ്വന്തമായിട്ട് അധ്വാനിച്ച് ഒരുപാട് കഷ്ടപ്പെട്ടാണ് അവർ ഈ ഒരു സ്ഥിതിയിലേക്ക് വളർന്നു വന്നതെന്ന് അവരെപ്പോഴും പറയാറുണ്ടല്ലോ. അങ്ങനെയുള്ള അവർക്ക് ഇതെന്തായാലും തെറ്റായിട്ടല്ലേ തോന്നുള്ളൂ. ഈ ഷോർട്ട് കട്ടിലൂടെ മറ്റുള്ളവരെ പറ്റിച്ചിട്ടും ഒരാളെ ചതിച്ച് കൊന്നിട്ടൊക്കെ ഉണ്ടാക്കിയ സ്വത്തും പണമൊക്കെയാണ് ജയപാലന്റെ കയ്യിലുള്ളത് എന്നൊക്കെ അറിയുമ്പോൾ ഇവർക്ക് എന്തായാലും ഇഷ്ടപ്പെടില്ല. മാത്രമല്ല ഇതിന്റെ പിന്നിൽ വേറൊരു കാര്യം കൂടെ ഉള്ളത് എന്താന്ന് വെച്ചാൽ ഈ നിവിനെ കാവേരിയിൽ നിന്ന് രക്ഷിക്കണം, അതായിരുന്നു രാജേശ്വരിയുടെ ലക്ഷ്യം. അതിനായിട്ടാണ് ഇപ്പൊ രാഗിണിയും നിവിനുമായിട്ടുള്ള കല്യാണമൊക്കെ തീരുമാനിച്ചത്. ഇപ്പൊ എന്തായാലും കാവേരിക്ക് നിവിനോട് അങ്ങനെ യാതൊരു ഇഷ്ടവുമില്ല, ജസ്റ്റ് ഒരു ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യമൊക്കെ കാവേരി നിവിനോട് പറഞ്ഞു കഴിഞ്ഞു. നിവിൻ അത് അമ്മയോട് പറയുകയും ചെയ്തു, കാവേരിക്ക് എന്നോട് ഇഷ്ടമില്ല, ഫ്രണ്ടായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ, ഞാനാണ് തെറ്റിദ്ധരിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. രാജേശ്വരിക്ക് അത് ബോധ്യപ്പെട്ടു. അത് മാത്രമല്ല കാവേരി ഇപ്പൊ കുടുംബത്തോടെ നാട് വിട്ട് പോകാനും പോവാണ്. ഇനിയിപ്പോൾ കാവേരി എന്നുള്ള ആ ഒരു ശല്യം നിവിനുണ്ടാവാൻ പോകുന്നില്ല. അപ്പൊ പിന്നെ കഷ്ടപ്പെട്ട് നിവിൻ ഈ രാഗിണിയെ കല്യാണം കഴിക്കേണ്ട യാതൊരു കാര്യമില്ലല്ലോ. മാത്രമല്ല രാഗിണിയുടെ ആ ഒരു പെരുമാറ്റവും ഒരു അഹങ്കാരവും ആ കാര്യങ്ങളൊന്നും രാജേശ്വരിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. രാജേശ്വരിക്ക് എന്താ വെച്ചാൽ രാജേശ്വരി നല്ല തലയുയർത്തി നല്ല ധൈര്യമായിട്ട് നല്ല ബോൾഡായിട്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു പെണ്ണായിട്ട്
ബോൾഡായിട്ട് നിൽക്കും. പക്ഷെ മറ്റുള്ള പെൺകുട്ടികൾ അങ്ങനെ അതുപോലെ സ്ട്രോങ് ആയിട്ട് ബോൾഡായി നിൽക്കുന്നത് കാണുമ്പോൾ രാജേശ്വരിക്ക് ഇഷ്ടപ്പെടില്ല. അതാണല്ലോ കാവേരി മറ്റേ മരത്തിൽ കയറി സമ്മാനമൊക്കെ അടിച്ചപ്പോൾ ആ മരം കയറി പെണ്ണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പറഞ്ഞതും കാവേരി ആണുങ്ങളെയൊക്കെ അടിച്ചിടുന്നതൊന്നും അത്ര ശരിയല്ല എന്നൊക്കെ പറഞ്ഞതൊക്കെ അതുകൊണ്ടാണ്. അപ്പോൾ അതേപോലെ ഒരു ക്യാരക്ടറാണ് ഇപ്പോൾ രാഗിണി. ഇപ്പോൾ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ജയപാലനോട് പറയാണ്, എന്താ അച്ഛാ ഇതൊക്കെ, കുരയ്ക്കുന്ന പട്ടികൾക്ക് ബിസ്ക്കറ്റ് എറിഞ്ഞ് കൊടുക്കച്ച, എന്തെങ്കിലും കൊണ്ട് പോട്ടെ, ഈ കല്യാണം ആദ്യം നടക്കട്ടെ, നടന്നില്ലെങ്കിലുണ്ടല്ലോ അച്ഛനെ ഞാൻ എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ഒരു അഹങ്കാരം ഒന്നും രാജേശ്വരിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ കഷ്ടപ്പെട്ട് നിവിനെ കൊണ്ട് ഇങ്ങനെ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിപ്പിക്കണമെന്ന് യാതൊരു ആവശ്യം രാജേശ്വരിക്ക് തോന്നുന്നില്ല. അങ്ങനെ അവസാനം കാര്യങ്ങളൊക്കെ കാവേരി എല്ലാം തെളിയിച്ച ശേഷം ജയപാലൻ വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് രാഗിണി പറയുന്നതുകൊണ്ട്, കല്യാണമാണ് പ്രധാനം എന്ന് രാഗിണി പറയുന്നത് കൊണ്ട് ചെക്കിൽ എഴുതി ഒപ്പിട്ട് കൊടുക്കുകയാണ്. തോട്ടത്തിനായിട്ട് അരവിന്ദൻ മുടക്കി 50 ലക്ഷം ഇന്ന് കൊണ്ടുപോയിക്കോ എന്നും പറഞ്ഞ് ചെക്കിൽ എഴുതി കൊടുക്കുന്നുണ്ട് കാവേരിക്ക്. ഇതുകൊണ്ടൊന്നും തീർന്നില്ല, എൻ്റെ അച്ഛൻ്റെ മരണത്തിന് സമാധാനം പറഞ്ഞേ പറ്റൂ എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും നടക്കുന്ന കാര്യമല്ല കാവേരി എന്നൊക്കെ പറഞ്ഞ് ചാരുലതയും വിനീതും ഗംഗയൊക്കെ കാവേരിയെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു, കൺവിൻസ് ചെയ്യുന്നു. അവസാനം നിന്നെ ഞാൻ വിടില്ല, എങ്ങോട്ട് നാട് വിട്ടു പോയാലും എൻ്റെ അച്ഛൻ്റെ മരണത്തിന് സമാധാനം പറയുന്നത് വരെ നിന്നെ ഞാൻ വിടില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് കാവേരി അവിടെ നിന്ന് പോകുന്നത് കേട്ടോ. അങ്ങനെ പോയതിന് ശേഷം രാഗിണി ഇനിയിപ്പോൾ അവരൊക്കെ പോയല്ലോ, പ്രശ്നങ്ങളൊക്കെ തീർന്നല്ലോ, ഇനി കല്യാണം നടക്കട്ടെ, നിവിൻ അവിടെ പോയിരിക്കും, നിവിൻ അച്ഛാ വാ അച്ഛാ കല്യാണം നടത്താം എന്നൊക്കെ പറയുമ്പോൾ രാജേശ്വരി നിർത്ത്, കല്യാണം ഒന്നും നടക്കാൻ പോകുന്നില്ല, നീയൊക്കെ എന്താടി വിചാരിച്ചത്, നീ എന്തൊരു അഹങ്കാരം ഇവിടെ കിടന്ന് കാണിച്ചു കൂട്ടുന്നത്, നീ ഒരു പെണ്ണല്ലേ, കല്യാണ പെണ്ണല്ലേ, നീ അടങ്ങി ഒതുങ്ങി ആ മണ്ഡപത്തിൽ ഇരിക്കേണ്ടതിന് പകരം നീ എന്തൊക്കെയാ ഇവിടെ നിന്ന് വിളിച്ച് പറഞ്ഞത്, നീ എന്തൊക്കെയാ ഇവിടെ ചെയ്തു കൂട്ടിയത്, എനിക്കിതൊന്നും ഇഷ്ടമായില്ല, ഇങ്ങനെ ഒരു പെൺകുട്ടിയെ എൻ്റെ മോനെ കൊണ്ട് ഞാൻ വിവാഹം കഴിപ്പിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ എന്താ രാജി ഇപ്പം ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നൊക്കെ ജയപാലൻ ചോദിക്കാൻ പോവാണ്. അപ്പോൾ രാജേശ്വരി ജയപാലേട്ടനോട് പറയാണ്, എൻ്റെ ജയപാലേട്ട, നിങ്ങൾ ഇത്രയും വലിയൊരു ചതിയനാണെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല, നിങ്ങൾ ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയിട്ടുണ്ടെന്ന് നേരത്തെ എന്നോട് ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ കല്യാണത്തിന് ഒരിക്കലും സമ്മതിക്കില്ലായിരുന്നു. ഇതിപ്പോൾ നമ്മുടെ സ്വന്തക്കാരും ബന്ധുക്കാരും നാട്ടുകാരും മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞു നിങ്ങൾ ചെയ്തു കൂട്ടിയെല്ലാം. ഇനിയിപ്പോൾ എൻ്റെ മകനെ നിങ്ങളുടെ മകളെ കൊണ്ട് വിവാഹം കഴിപ്പിച്ച ആ നാണക്കേട് മുഴുവൻ ഞങ്ങൾക്കും ഞങ്ങളുടെ മകനും ഒക്കെ വരും. ഇത്രയും പേരുടെ മുമ്പിൽ ഇങ്ങനെ നാണം കെട്ട സ്ഥിതിക്ക് ഇനി ഈ കല്യാണം നടക്കില്ല ജയപാലേട്ടാ എന്നൊക്കെ പറയുമ്പോൾ എന്ന് പറഞ്ഞ് ജയപാൽ ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ നിവിൻ്റെ അച്ഛനും പറയുന്നുണ്ട്, താൻ എന്തോ ആണെന്ന് വിചാരിച്ചിട്ടാ ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത്, തൻ്റെ കാലമൊക്കെ തീർന്നടോ, ഇനി തനിക്കുള്ളതെല്ലാം ഇപ്പൊ പോയില്ലേ, ഇതുപോലെ കുറച്ചായിട്ട് പോയിക്കൊണ്ടിരിക്കും, താൻ അവസാനം ഒരു വട്ടപൂജയാവും, അത്ര തന്നെ ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഈ കല്യാണത്തിന് സമ്മതമല്ല എന്നൊക്കെ പറഞ്ഞ് ജയപാലനോട് നല്ല വർത്താനമൊക്കെ പറഞ്ഞിട്ട് നിവിനെ വിളിച്ചുകൊണ്ട് നിവിൻ്റെ അച്ഛനും അമ്മയും അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. ഇപ്പോഴെങ്കിലും അച്ഛനും അമ്മയും എൻ്റെ കൂടെ നിന്നല്ലോ എന്നൊക്കെ ആലോചിച്ച് നിവിന് സന്തോഷമാവാൻ പോകുന്നുണ്ട്. പക്ഷെ വീട്ടിൽ പോയതിനു ശേഷം രാജേശ്വരി നിവിനോട് പറയും കേട്ടോ, ഒരിക്കലും നീയും കാവേരിയും ആയിട്ടുള്ള കല്യാണത്തിന് ഞാൻ സമ്മതിക്കില്ല, എൻ്റെ ഉദ്ദേശം അതൊന്നും ആയിരുന്നില്ല, ജയപാലേട്ടനും രാഗിണിക്കും ഉണ്ടായ നാണക്കേട് വെച്ചിട്ട് നമ്മൾ ഈ കല്യാണം നടത്തി കഴിഞ്ഞാൽ ആ നാണക്കേട് നമുക്കും കൂടെ ആവും, നമ്മളും കൂടെ ചേർന്ന് നിന്ന് തെറ്റ് ചെയ്തതുപോലെ ആവും, അതുകൊണ്ട് മാത്രമാണ് ആ കല്യാണം ഞാൻ മുടക്കിയത്, അല്ലാതെ നിന്നെ കാവേരിയെ കൊണ്ട് കെട്ടിക്കാനല്ല, കേട്ടല്ലോ, ഞങ്ങൾ പറഞ്ഞത് കേട്ട് അടങ്ങി ഒതുങ്ങി ഇവിടെ ജീവിച്ചോണം എന്നൊക്കെ പറയാൻ പോകുന്നുണ്ട്. പക്ഷെ നിവിൻ അങ്ങനെയൊന്നും ഇരിക്കാൻ പോകുന്നില്ല. എന്തായാലും ഇനി കാവേരിയെ തേടി തിരുവനന്തപുരത്തേക്ക് പോകാനാണ് പോകുന്നത്. അപ്പോൾ തിരുവനന്തപുരത്ത് ഇനി കാവേരിയും കുടുംബവും പോയതിനു ശേഷം താമസിക്കാൻ പോകുന്നത് നരേൻ്റെ വീട്ടിലാണെന്ന് തോന്നുന്നു. എന്തായാലും അതൊക്കെ ഇനി അടുത്ത ആഴ്ചയായിരിക്കും ഉണ്ടാവാൻ പോകുന്നതെന്നാണ് തോന്നുന്നത്. നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാമല്ലേ, നരേൻ വീണ്ടും വരാനായിട്ട് ആരൊക്കെയാണ് വെയിറ്റ് ചെയ്യുന്നതെന്ന് പറയൂട്ടോ. താങ്ക് യു, ബൈ.